കേരളത്തിൽ 2 ഘട്ടങ്ങളിലായിട്ടാണ് തെരഞ്ഞെടുപ്പ് നമുക്ക് അറിയാം. തെക്കൻ കേരളത്തിൽ മറ്റന്നാൾ തെരഞ്ഞെടുപ്പ് നടക്കാണ്. ഇന്ന് 5 മണിയോടുകൂടി അവിടുത്തെ പ്രചരണ പരിപാടി അവസാനിച്ചു. മറ്റന്നാൾ 5 മണിയോട് അവസാനിക്കും. അപ്പോ ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ നമ്മളതിന്റെ അടുത്തെത്തി നിൽക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട കുറെ കാര്യങ്ങൾ. ചെറിയ ഇവിടെ BJP അധികാരത്തിൽ വരുന്നതിന്റെ മുമ്പ് കോൺഗ്രസ് ആയിരുന്നു വലിയ ശക്തി. രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ജവഹർലാൽ നെഹ്റു തൊട്ട് ഇന്ദിരാഗാന്ധി തൊട്ട് രാജീവ് ഗാന്ധി വരെയുള്ള ആ ഒരു കാലഘട്ടം. അങ്ങനെ കോൺഗ്രസിന് എന്തായാലും തകർക്കണം, പരാജയപ്പെടുത്തണം എന്ന് കരുതിയിട്ട് ഇവരൊരു അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടായിരുന്നു. ആ അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ഭാഗമായിട്ട് അതിന് BJP അന്നത്തെ ഒരു ജനസംഘം BJP, അതേപോലെ തന്നെ പിന്നെ ഇടതുപക്ഷം CPI CPM ഉൾപ്പെടെയുള്ള കക്ഷികളൊക്കെ പാടെ കൂടിയിട്ട് അതിൽ EMS ഉണ്ടായിരുന്നു, ഹർകിഷൻ സിംഗ് സോജി ഉണ്ടായിരുന്നു, മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളൊക്കെ പാടെ കൂടിയിട്ട് കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ വേണ്ടി ഒരു മുന്നണി ഉണ്ടായി. ആ മുന്നണിയുടെ അടിസ്ഥാനത്തിലുള്ള തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴാണ് ആദ്യമായിട്ട് 1989 85 സീറ്റ് കിട്ടിയിട്ട് BJP അധികാരത്തിൽ വന്നത്. അതിന്റെ മുമ്പ് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായ സമയത്ത് 426 മറ്റോ സീറ്റ് വാങ്ങി പ്രധാനമന്ത്രിയാകുമ്പോൾ BJPക്ക് 2 സീറ്റ് മാത്രമേ കേന്ദ്രത്തിൽ ലോക്സഭയിലുള്ളൂ. 2 കസേരയിൽ ഒന്ന് LK അദ്വാനി എന്ന് പറഞ്ഞ BJPയുടെ വലിയ നേതാവ്, ഒന്ന് മുൻ പ്രധാനമന്ത്രിയായിട്ടുള്ള BJPയുടെ വാജ്പേയി. ഈ 2 കക്ഷികൾ മാത്രം ആരും ശ്രദ്ധിക്കാതെ ഇങ്ങനെ ഇന്ത്യയിലെ 543 മണ്ഡലങ്ങളിൽ നിന്ന് പ്രതിനിധികൾ അവിടെ എത്തുമ്പോൾ 2 ആളുകൾ മാത്രം ഉണ്ടായിരുന്നത്. പിന്നെ അവരെ 85ലേക്കും പിന്നീട് 116ലേക്കും ഇപ്പോൾ അധികാരത്തിലേക്കും ഒക്കെ ഉയർത്തിയതിന് കാരണക്കാര് ഈ CPM തന്നെയാണ്. നമ്മൾ ഇന്ന് CPMന്റെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നത്. അപ്പൊ ഇത് ഇപ്പൊ തുടങ്ങിയ സംഭവമല്ല. മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാല് പണ്ട് മുതലേ ഈ BJPക്ക് വേണ്ടിയിട്ട് ഒളിഞ്ഞും തെളിഞ്ഞും ഉള്ളിക്കൂടി പ്രവർത്തിക്കുന്ന ആളുകളാണ്. ഒരു കാര്യമായിട്ട് കോൺഗ്രസ് തകർക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ഈ രാഹുൽ ഗാന്ധി വന്നിട്ട് എന്തൊക്കെ പ്രശ്നം പിന്നെ ഇത് പറയും. ആ സമയത്തൊക്കെ രാഹുൽ ഗാന്ധിനെ പരിഹസിക്കുന്ന പരിപാടി അല്ലാതെ ഓരൊക്കെ അല്ലല്ലോ. ഇവിടെ രാഷ്ട്രീയം ശ്രദ്ധിച്ചറിയാം. വയനാട്ടില് രാഹുൽ ഗാന്ധി മത്സരിച്ച സമയത്ത് രാഹുൽ ഗാന്ധിനെ അങ്ങേയറ്റം വിമർശിച്ചത് CPM ആണ്. BJPനെ പോലും അങ്ങനെ വിമർശിക്കലില്ല. അത് കഴിഞ്ഞിട്ട് പ്രിയങ്ക ഗാന്ധി വന്ന് മത്സരിച്ചപ്പോൾ പ്രിയങ്ക ഗാന്ധിനെ വിമർശിച്ചത് CPM ആണ്. ഇപ്പൊ ഇന്ന് BJP ഇവിടെ കേരളത്തിൽ വരേണ്ട ആവശ്യമില്ല. അതിനേക്കാൾ സ്ട്രോങ് ആയിട്ട് ഇവിടെ വർഗീയത ആടി കത്തിച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തെ പാർശ്വവൽക്കരിക്കുന്ന രീതിയിലേക്ക് ഇപ്പോൾ എത്തിച്ചുകൊണ്ടിരിക്കുന്ന CPM ആണ്. അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണപ്പെട്ട SIR ബന്ധപ്പെട്ട് നമ്മൾ എത്ര ആശങ്കയിലാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമുക്ക് ആശങ്ക തീർന്നിട്ടുണ്ടോ? ഇപ്പൊ എൻ്റെ ഒരു മകന്റെ, എൻ്റെ ചെറിയ മകന്റെ കടലാസുകളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവന്റെ ഇപ്പോൾ കയറിയിട്ടില്ല. നമുക്ക് കിട്ടുന്ന വിവരം കിട്ടി. നമ്മൾ പറയാം എങ്ങനെയൊക്കെയുള്ള ആശങ്കകൾ നമുക്ക് എല്ലാവർക്കും ഓരോന്നോരോന്നായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഈ ആശങ്കയിലേക്ക് എത്തിക്കുന്നതിൽ വലിയ പങ്ക് ആർക്കുള്ളത്? ഈ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കില്ലേ. കാരണം അപ്പുറത്ത് തമിഴ്നാട്ടില് സ്റ്റാലിൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ആർക്കും മറ്റൊരു തൽക്കാലം കൊണ്ടല്ല എന്ന് പറഞ്ഞ് തടഞ്ഞു നിർത്തി. ബംഗാളിലെ മമത എന്ന് പറഞ്ഞിട്ടൊരു സ്ത്രീ പിന്നെ മുഖ്യമന്ത്രിയായിട്ടൊരു സ്ഥലത്ത് അവരും അത് തടഞ്ഞു നിർത്തി. ഇങ്ങോട്ട് വരണ്ടപ്പോ എന്ന് പറഞ്ഞിട്ട്. എന്നാൽ അതിന്റെ അടിയിൽ കൂടി SIR ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിന് പിന്നെ അവസരം കൊടുത്ത് ശക്തമായ നിലപാട് സ്വീകരിക്കാതെ ഇങ്ങോട്ട് വരാനുള്ള സാഹചര്യം കൊടുത്തത് വലിയ പങ്കുവച്ചത് പിണറായിയാണ്. അപ്പൊ അവര് CPMന് അനുകൂലമായിട്ട് ഈ SIR നമ്മൾ എങ്ങനെ കാണുന്നത്? ഒരു മഴ നോക്കുക, ഒരു വോട്ടർപട്ടിക പുതുക്കുക എന്നുള്ള സംഭവത്തിലല്ല നമ്മൾ കാണുന്നത്. നമ്മളെ കാണുന്നത് എങ്ങനെയാണ്? പൗരത്വവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റ് ഒരു ബില്ല് കൊണ്ടുവന്നു. ആ ബില്ലുമായി ബന്ധപ്പെട്ടിട്ട് ആദ്യം സുപ്രീം കോടതിയിൽ പോയത് മുസ്ലിം ലീഗാണ്. PK കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് ഇതിൽ ആദ്യമായിട്ട് പിന്നെ സുപ്രീം കോടതിയെ സമീപിച്ചത്. എന്നിട്ട് തൽക്കാലം സ്റ്റേ ചെയ്തു. ആ പൗരത്വ ബില്ലാണ് വേറൊരു രൂപത്തിൽ SIRന്റെ രൂപത്തിൽ ഇപ്പോൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാവിയിൽ ഈ പട്ടികയിൽ പേരില്ലെങ്കിൽ ഇവരുടെ പൗരത്വത്തിന് പുറത്താണ് എന്നുള്ളവർക്കാണ് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. ലക്ഷക്കണക്കിന് ആളുകളാണ് ബീഹാറിന്റെ പട്ടികയിൽ നിന്ന് ഒഴിവായത്. അങ്ങനെ നമ്മളെ മാറ്റി നിർത്തപ്പെട്ടാൽ നമ്മളൊക്കെ കൊണ്ടുപോയിടാൻ വേണ്ടിയിട്ടുള്ള ജയിലറകൾ ഇവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആസാമിലുണ്ട്. ഇതൊന്നും അത്ര ദൂരമൊന്നുമല്ല, കയ്യെത്തുന്ന ദൂരത്ത് എത്തിയിരിക്കണമൊക്കെ. ഇന്ത്യ രാജ്യം ഇന്ന് പോണത് അവിടേക്കാണ്. ഒരു ഹിന്ദു രാജ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആസാമിൽ ആയിരക്കണക്കിന് 10,000-കണക്കിന് മുസ്ലിങ്ങളെ ജയിലറകളിലേക്ക് കൊണ്ടുപോകുകയാണ്. കാരണം അവർ ഇവിടുത്തെ പൗരന്മാരല്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത്തരത്തിലുള്ള രീതിയിലേക്ക് പോകുന്നതിന് സഹായകരമായ ഒരു നിലപാട് സ്വീകരിച്ച ഒരു പാർട്ടിയാണ് CPM. അത് ഗൗരവമായിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. പിന്നെ അതേപോലെ തന്നെ PM ശ്രീ പദ്ധതി. PM ശ്രീ എന്ന് പറഞ്ഞാൽ പിന്നെ ഈ ഒരു വിദ്യാഭ്യാസ പദ്ധതിയാണ്. ആ വിദ്യാഭ്യാസ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് അനുമതി കൊടുത്തത് ഈ പിണറായിയാണ്. പ്രത്യക്ഷത്തിലില്ല. വിദ്യാഭ്യാസ മന്ത്രി ഒപ്പിട്ടു.
ഇപ്പൊ കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ കേന്ദ്രത്തില് വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്ന മന്ത്രി പറഞ്ഞല്ലോ, അതിന് ഇടനിലക്കാരനായത് അതിന്റെ പാലമായി പ്രവർത്തിച്ചത് ഇവിടെ പിന്നെ ജോൺ ബ്രിട്ടാസ് ആണെന്ന് പറഞ്ഞില്ലേ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ പിന്നെ ഈ MP അല്ലേ അദ്ദേഹം, മാർക്സിസ്റ്റ് പാർട്ടിയുടെ പിന്നെ ഒരു രാജ്യസഭാ MP ആണ് അദ്ദേഹം. അദ്ദേഹമാണ് ഇടനിലയിൽ നിന്നത്. ആ വിദ്യാഭ്യാസം ഇവിടെ കൊണ്ടുവന്നാൽ എന്താണ് വിദ്യാഭ്യാസം? നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചാണല്ലോ, ഇന്ത്യയുടെ ചരിത്രം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഇവിടെ പിന്നെ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടങ്ങളിൽ, സമരങ്ങളിൽ ആരാണ് മുൻനിരയിൽ നിന്നത് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഗാന്ധിജി നമ്മുടെ രാഷ്ട്രപിതാവാണ്. അതേപോലെ തന്നെ പിന്നെ ജവഹർലാൽ നെഹ്റു ആദ്യത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. ആ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടിയ മൗലാന മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും അവരുടെ ബീവി ഉമ്മ എന്ന് പറയുന്ന ഉമ്മ അടക്കമുള്ള ആളുകളൊക്കെ ചരിത്രത്തിൽ സ്വാതന്ത്ര്യ പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് നിലനിൽക്കുന്ന ആളുകളാണ്. അവരൊന്നും ഈ ഭാവിയിൽ ചരിത്രത്തിന്റെ ഭാഗമല്ലാതെ മാറുക. ചരിത്രത്തിന്റെ ഭാഗമല്ലാതെ മാറുക എന്നാൽ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പ്രവർത്തിച്ച ആളുകളൊക്കെ മാറ്റി അവര് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ച ആളുകളുടെ ലിസ്റ്റ് മാറ്റാണ്, ആളുകളെ മാറ്റാണ്. ആ മാറ്റുന്നതിൽ ആര് വരും? സവർക്കർ വരും. സവർക്കർ ആരാണ്? അന്തമാൻ നിക്കോബാർ ദ്വീപില് ജയിലിൽ കിടന്നപ്പോ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഈ 1921 നമ്മളിവിടെ പോരാട്ടം നടത്തുകയാണ്. നമ്മുടെ പൂർവികര് ഇവിടെ പിന്നെ പോരാട്ടം നടത്തുകയാണ്. ഈ പൂക്കോട്ടൂർ യുദ്ധവും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ആര്യ മുസ്ലിം അടക്കമുള്ള ആളുകൾ ഇവിടെ പോരാട്ടം നടത്തുന്ന സമയത്ത് അവിടെ എന്താ ചെയ്യണത്? അദ്ദേഹം ഈ ജയിലിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി മാപ്പപേക്ഷ എഴുതി കൊടുക്കുകയാണ്. എന്നെ ജയിലിൽ നിന്ന് വിട്ടാല് ഞാൻ ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായിട്ട് നിന്നോളാം, ഈ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ നിന്ന് മറ്റുള്ള ആളുകളെ പിന്തിരിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുക്കുകയാണ് ആര്? ഈ സവർക്കർ. രാജ്യത്തിന്റെ പുരോഗതിക്ക്, രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരു ഇടപെടലും നടത്താത്ത അത്തരത്തിലുള്ള BJPയുടെ RSSന്റെ നേതാക്കളാണ് നാളെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പോരാടി ആളുകളായിട്ട് വരുന്നത്. വാര്യകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വാര്യകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്ന് പറഞ്ഞ ധീര ദേശാഭിമാനിയായിട്ടുള്ള വലിയ പോരാളിയായിരുന്ന വ്യക്തി. അദ്ദേഹം 1921 പൂക്കോട്ടൂർ കലാപം എന്ന പേരിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ആ ഒരു പൂക്കോട്ടൂർ യുദ്ധമാണ്. ആരോട്? ബ്രിട്ടീഷുകാർക്കെതിരെ. എല്ലാ തോക്കും പീരങ്കിയും എല്ലാവിധ സംവിധാനങ്ങളും ഉള്ള ഒരു ടീമിനോട് വെറും വടിയും പിന്നെ മുളവടിയും ഒക്കെ ആയിട്ട് പോരാട്ടത്തിനൊരുങ്ങിയ ഒരു സമൂഹത്തിന്റെ നേതാവാണ് അദ്ദേഹം. അതിന്റെ താല്പര്യം എന്താണ്? ഈ രാജ്യത്ത് സ്വാതന്ത്ര്യം കിട്ടണം. ബ്രിട്ടീഷുകാരോടെ കൈയേറിയിട്ട് നമ്മളൊക്കെ അധികാരത്തിൽ നമ്മളൊക്കെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാടാണ്. ആ നാട്ടില് അവരെ തുരത്താൻ വേണ്ടിയിട്ട് അങ്ങനെ വലിയ ശ്രമങ്ങൾ നടത്തിയിട്ട് മലപ്പുറം ജില്ലയുടെ നല്ലൊരു ഭാഗം, കോഴിക്കോട് ജില്ലയുടെ ഒരു ഭാഗം അതൊക്കെ ഒരു അധികാര കേന്ദ്രമാക്കി മാറ്റി. ബ്രിട്ടീഷുകാർക്ക് നികുതി കൊടുക്കാതെ നികുതി ഇവിടെ തന്നെ പിരിക്കൽ തുടങ്ങി. അങ്ങനെ ഗവൺമെന്റിന്റെ സ്വഭാവത്തിന് മാറ്റങ്ങളോളം പോയി. അങ്ങനെ ബ്രിട്ടീഷ് സർക്കാർ അവരുടെ ആയുധങ്ങളും സംവിധാനങ്ങളും ഒക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് ഇവരെ തകർത്തു. വാര്യകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി പിടിക്കപ്പെട്ടു, പാണ്ടിക്കാട് വെച്ച് പിടിക്കപ്പെട്ടു. ഇന്ന് നമ്മൾ കോട്ടക്കുന്ന് മൈതാനിയിലേക്ക് പോയിട്ടുണ്ട്. ആ കോട്ടക്കുന്ന് മൈതാനിയുടെ മുകളിൽ നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ധീരമായിട്ട് പൊരുതിയിട്ടുള്ള ഒരുപാട് ആളുകളെ വെടിവെച്ച് വന്ന സ്ഥലമാണ്. അതിൽപ്പെട്ട ആളാണ് ഈ വാര്യകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി. ആ കുഞ്ഞഹമ്മദ് ഹാജിയെ 12 കിലോമീറ്റർ ദൂരം കുതിരവണ്ടിയിൽ വലിച്ചിട്ടാണ് കൊണ്ടുപോയത്. വലിച്ചു കൊണ്ടുപോയി അദ്ദേഹം അവിടെ ടേബിളൊക്കെ മീശയും തോമ്പുന്ന ചാടി രോമങ്ങളൊക്കെ പറിച്ചെടുത്തു, ചാട്ടവാറ് എടുത്ത് അടിച്ചു. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ബ്രിട്ടീഷിന്റെ അന്നത്തെ എംമാര് പറഞ്ഞു, ഒരൊറ്റ കാര്യമാണ് നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നണി പോരാടി സ്ഥാനത്ത് നിന്ന് പിന്മാറാം, മാപ്പ് എഴുതി തരാം, നിങ്ങളെ മക്കയിലേക്ക് വിടാം. നിങ്ങളുടെ പുണ്യ സ്ഥലമാണ് മക്ക, അതേപോലെ തന്നെ മദീന. അവിടെ നിങ്ങൾക്ക് മരിക്കുന്നത് വരെ സന്തോഷത്തിൽ ജീവിക്കാനുള്ള സാഹചര്യം ഞങ്ങൾ ഒരുക്കി തരാം എന്ന് പറഞ്ഞു. ആ സമയത്ത് പറഞ്ഞു, പിന്നെ ഏതൊരു സിനിമയിൽ പറയുന്ന പോലെ നിന്റെ വാപ്പയല്ല എന്റെ വാപ്പ എന്ന് പറഞ്ഞൊരു ഡയലോഗുള്ള സമയമാണ്. ആ സമയത്ത് പറഞ്ഞു, ഞാൻ ഈ രാജ്യത്താണ് ജനിച്ചിട്ടുള്ളത്, നമ്മുടെ ദേശം ഇതാണ്, നമ്മൾ ജനിച്ച മണ്ണിതാണ്, ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടവും അതുപോലെ തന്നെ വലിയ ഞങ്ങൾ അങ്ങേയറ്റം ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്ന പുണ്യഗ്രഹം തന്നെയാണ് മക്കയിലുള്ളത്. കാബ ഷരീഫ് അവിടെയാണ്. പുണ്യനബി അന്ത്യവിശ്രമം കൂടുന്ന സ്ഥലം മദീനയാണ്. അവിടെയൊക്കെ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ ഈ ദേശത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ആവാം. പക്ഷേ കൊലക്കയറിലേക്ക് കൊണ്ടുപോകുമ്പോൾ അല്ലെങ്കിൽ തോക്കിന്റെ മുമ്പിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് എന്ന് കേട്ടിട്ടുണ്ട്. എങ്ങനെ കണ്ണ് കെട്ടിയിട്ട് പുറകുവശത്തു നിന്ന് വെടിവെക്കുക എന്നുള്ള ശീലമാണ് നിങ്ങൾ ചെയ്തു വരുന്നത്. പക്ഷെ എനിക്ക് പറയാനുള്ളത്, എന്റെ കണ്ണ് കെട്ടരുത്, എനിക്ക് ഈ മണ്ണ് കാണണം. ഈ മണ്ണ് കണ്ട് എന്റെ മുമ്പിൽ നിന്ന് തോക്കുകൊണ്ട് നിങ്ങൾ നെഞ്ചിലേക്ക് വെടിച്ചോളൂ. നാളെ പിറ്റേന്ന് ചരിത്രം വായിക്കുമ്പോൾ എന്റെ പിൻഗാമികൾ കരുതും,
ബ്രിട്ടീഷുകാരെ കണ്ടിട്ട് തോറ്റോടുന്ന സമയത്ത് പിൻഭാഗത്ത് നിന്ന് വെടിവെച്ച് കൊന്ന ആളാണ് ഈ കുഞ്ഞാമദാജി എന്നുള്ളൊരു പേരുണ്ടാകാൻ പാടില്ല. നേർക്ക് നേർ കണ്ണ് കെട്ടാതെ നെഞ്ചിലേക്ക് വെടിവെച്ചോളൂ എന്ന് പറഞ്ഞ് ആ വെടികൊണ്ടകൾ ഏറ്റുവാങ്ങിയ ആര്യകുന്നത് അദ്ദേഹത്തിന്റെ നാടാണിത്. അദ്ദേഹമൊക്കെ ചരിത്രത്തിൽ നിന്ന് ഇല്ലാതായി. അതാ ഞാൻ പറയണത്. ഇപ്പൊ ഈ കൊണ്ടുവരുന്ന വിദ്യാഭ്യാസ പദ്ധതിയിൽ ചരിത്രത്തിന്റെ ഭാഗമേ അല്ലാതെ എത്ര ആളുകളായി മാറുകയാണ്. നമ്മൾ ഡൽഹി പോയിട്ടുണ്ട്, പലരും കുത്തുബ് മിനാർ കണ്ടിട്ടുണ്ട്, ചെങ്കോട്ട കണ്ടിട്ടുണ്ട്, ആഗ്രയിലെ താജ്മഹൽ കണ്ടിട്ടുണ്ട്, ആഗ്ര ഫോർട്ട് കണ്ടിട്ടുണ്ട്. അതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള മുഗൾ രാജവംശങ്ങൾ ഉണ്ടായിരുന്നു. വർഷങ്ങളോളം ഭരിച്ച മുസ്ലിം ഭരണാധികാരികൾ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും ഈ ചരിത്രത്തിന്റെ ഭാഗമല്ല.